Hi students, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഇൻഫെർട്ടിലിറ്റി ആണ്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി, വാട്ട് ഡു യു മീൻ ബൈ ഇൻഫെർട്ടിലിറ്റി? ഇന്നബിലിറ്റി ടു കൺ ഈസ് കോൾഡ് ഇൻഫെർട്ടിലിറ്റി. സെക്ഷൽ കോഹാബിറ്റേഷനിൽ 2 വർഷത്തോളം സെക്ഷൽ കോഹാബിറ്റേഷനിൽ ഏർപ്പെട്ട ശേഷവും കുട്ടികളില്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൺസീവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഇൻഫെർട്ടിലിറ്റി ഓർ വന്ധ്യത. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നബിലിറ്റി ടു കൺസീവ് ഓർ പ്രൊഡ്യൂസ് ചിൽഡ്രൻ ഈവൻ ആഫ്റ്റർ 2 years ഓഫ് സെക്ഷൽ കോഹാബിറ്റേഷൻ. It is inability of a male or female to produce children. ഒന്നുകിൽ മെയിൽ പാർട്ണറുടെ ഇന്നബിലിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ണറുടെ ഇന്നബിലിറ്റി ആയിരിക്കാം. ദ റീസൺസ് ഫോർ ഇൻഫെർട്ടിലിറ്റി, എന്തൊക്കെ റീസൺ ആണ് ഇതിന് പിന്നിലുള്ളതെന്ന് വെച്ചാൽ ഫിസിക്കലായിട്ടുള്ള റീസൺസ് ഉണ്ടാവും, കൺജനൈറ്റൽ ഓർ ഡിസീസസ്, രോഗപരമായിട്ടുള്ള റീസൺസ് ഉണ്ടാവാം, ഡ്രഗ്സ് വഴിയുള്ള, അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, ഇമ്മ്യൂണോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ ആയിട്ടുള്ള റീസൺസ് ഉണ്ടാവും. അപ്പോൾ ഇതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, ഈ വന്ധ്യതയെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് ഉണ്ട്. അപ്പോൾ അതിൽ വരുന്നൊരു മെത്തേഡാണ് ആർട്ട്, സ്പെഷ്യലൈസ്ഡ് ഹെൽത്ത് കെയർ യൂണിറ്റ്സ്. ആർട്ടിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക് എന്ന് പറയും. അത് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ് തന്നെയാണ്. ഹെൽപ്പ് ഇൻ ഡയഗ്നോസിസ് ആൻഡ് കറക്റ്റീവ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ദീസ് ഡിസോർഡേഴ്സ് കോമൺലി നോൺ ആസ് ആർട്ട്. ഈ ഡിസോർഡേഴ്സിനെ കറക്റ്റ് ചെയ്യാനും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ് ഇത് ആർട്ട്, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നിക്സ്. ദാറ്റ് മീൻസ് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്സ്. അപ്പോൾ ആർട്ട് എന്ന് പറയുന്നത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ആണ്. അപ്പോൾ അതിൽ എന്തൊക്കെ ഇത് വരുന്നെന്ന് വെച്ചാൽ ആർട്ടിൽ വരുന്നതാണ് IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, IVF. അതുപോലെ ET, എംബ്രിയോ ട്രാൻസ്ഫർ. നെക്സ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് സിഫ്റ്റ്, സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. നെക്സ്റ്റ് IUT, ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ. നെക്സ്റ്റ് ഗിഫ്റ്റ്, ഗാമേറ്റ് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. നെക്സ്റ്റ് ICSI, ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. നെക്സ്റ്റ് AI, ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. നെക്സ്റ്റ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. ഫസ്റ്റ് വൺ IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ET, SIFT, IUT, ഗിഫ്റ്റ്, ICSI, AI, IUI. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ IVF. IVF എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഫുൾ ഇൻസെമിനേഷൻ. ഫസ്റ്റ് വൺ IVF, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. ET, SIFT, IUT, ഗിഫ്റ്റ്, ICSI, AI, IUI. ഇനി ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ IVF. IVF എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, ഫുൾ ഫോം ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോവ്ഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ, ET, പോപ്പുലർലി നോൺ ആസ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. അങ്ങനെ വിളിക്കുന്ന പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. IVF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ഫോളോവ്ഡ് ബൈ എംബ്രിയോ ട്രാൻസ്ഫർ. എംബ്രിയോ ട്രാൻസ്ഫറിന് ശേഷം ഉള്ളതാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതായത് പോപ്പുലർലി നോൺ ആസ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻ എ ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം, ഓവം ഫ്രം ദ വൈഫ് ഓർ ഡോണർ അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ണർ ആൻഡ് സ്പേം ഫ്രം ദ മെയിൽ പാർട്ണർ ആർ കളക്റ്റഡ് ആൻഡ് ആർ ഇൻഡ്യൂസ്ഡ് ടു ഫോം സൈഗോട്ട് അണ്ടർ സിമുലേറ്റഡ് കണ്ടീഷൻസ് ഇൻ ദ ലബോറട്ടറി. അതായത് ഓവം ഫീമെയിലിൽ നിന്നും അതുപോലെ സ്പേമും മെയിലിൽ നിന്നും കളക്ട് ചെയ്തിട്ട് ലാബിലെ കണ്ടീഷനിൽ വെച്ചിട്ട് സൈഗോട്ട് ഫോം ചെയ്യിക്കുക. എന്നിട്ട് അത് ഫീമെയിൽസിൻ്റെ യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നതാണ് ഇത് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. The zygote or early embryo up to 8 blastomeres is transformed into the fallopian tube known as SIFT. അതായത് സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ. ആ പേര് തന്നെ ഉണ്ട്, സൈഗോട്ടിനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതായത് ഏകദേശം സൈഗോട്ട്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ലാബിൽ സിമുലേറ്റഡ് കണ്ടീഷൻസിൽ ഓവും സ്പേമും കൂടെ മീറ്റ് ചെയ്ത ശേഷം സൈഗോട്ട് ഫോം ചെയ്ത ശേഷം ആ സൈഗോട്ടിനെ എവിടേക്ക്, അതായത് ആ സൈഗോട്ട് എന്ന് പറയുന്നത് ചിലപ്പോൾ 8 ബ്ലാസ്റ്റോമിയോസോ വരെയുള്ള സെൽ സ്റ്റേജ് ആയിട്ടുണ്ടാവും, അതിനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സൈഗോട്ടിനെ ഫലോപ്പിയൻ ട്യൂബിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ സൈഗോട്ട് ഇൻട്രാഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയും. നെക്സ്റ്റ് IUT, ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ. അതെന്ന് പറഞ്ഞാൽ എംബ്രിയോ വിത്ത് മോർ ദാൻ 8 ബ്ലാസ്റ്റോമിയേഴ്സ് ട്രാൻസ്ഫേർഡ് ഇൻ ടു ദ യൂട്രസ്. ഇതുപോലെ തന്നെ ഈ ഓവും സ്പേമും പുറത്ത് വെച്ച് മീറ്റ് ചെയ്ത ശേഷം അതിൻ്റെ എംബ്രിയോ ഫോം ചെയ്യുക. ആ എംബ്രിയോനെ, അതായത് ഏജ് സെൽ സ്റ്റേജ് ആയിരിക്കും, അതിനെ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഇൻട്രായൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയാം.
ഇനി embryos formed by in vivo fertilization, fusion of gamete within the female. ഫീമെയിലിനകത്ത് തന്നെ വെച്ച് നടക്കുകയാണെങ്കിൽ ആൾസോ യൂസ്ഡ് ഫോർ എംബ്രിയോ ട്രാൻസ്ഫർ ടു അസിസ്റ്റ് ദോസ് ഫീമെയിൽസ് ഹു കനോട്ട് കൺസീവ്. അതായത് എംബ്രിയോസ് ഇൻ വിവോ ഫെർട്ടിലൈസേഷൻ വഴി ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്തത് അതായത് ഫീമെയിലിൻ്റെ അകത്തുള്ള ഫ്യൂഷൻ ഓഫ് ഗാമേറ്റ് വിത്തിൻ ഫീമെയിലിനകത്ത് വെച്ച് തന്നെ ഫ്യൂഷൻ നടന്നു കഴിഞ്ഞാൽ അത് ആ എംബ്രിയോനെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഫീമെയിലിനെ ഇപ്പോൾ ഒരു ഫീമെയിൽ കൺസീവ് ചെയ്തു, അതായത് അതിൻ്റെ മെയിൽ ഗാമറ്റും ഫീമെയിൽ ഗാമറ്റും ഫ്യൂസ് ചെയ്ത് എംബ്രിയോ ഫോം ചെയ്തു. പക്ഷേ ആ ലേഡിക്ക് ആ കുഞ്ഞിനെ കൺസീവ് ചെയ്യാൻ പിന്നീടുള്ള ഫർദർ വളർച്ചയ്ക്ക് ആ ഫീമെയിൽ ബോഡി ആ ഫീമെയിലിന് കഴിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ എടുത്തിട്ട് വേറൊരു ഫീമെയിലിൻ്റെ യൂട്രസിലേക്കും എന്ത് ചെയ്യാം, ഇംപ്ലാന്റ് ചെയ്യാം. അതിനെയും നമുക്ക് എന്ത് പറയാം, ഇൻട്രാ യൂട്രൈൻ ട്രാൻസ്ഫർ എന്ന് പറയാം. നെക്സ്റ്റ് സ്വിഫ്റ്റിൻ്റെ നമ്മൾ പറഞ്ഞു സിമുലേറ്റഡ് കണ്ടീഷൻ. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ദ എഗ്സ് ആർ കളക്റ്റഡ് ആഫ്റ്റർ ഓവുലേഷൻ ഓർ ഡയറക്ട്ലി ഫ്രം ദ ഫോളിക്കിൾ. സ്പേം ആർ കളക്റ്റഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ്. എഗ്സും കളക്ട് ചെയ്യും ഒരു ടെസ്റ്റ് ട്യൂബിൽ, സ്പേംസും കളക്ട് ചെയ്യും. സ്പേംസ് സെക്കൻഡ് സ്റ്റേജിൽ പറയുന്നുണ്ട് സ്പേം സാമ്പിൾസ് ഈസ് കളക്റ്റഡ് ആൻഡ് കോൺസെൻട്രേറ്റഡ് ബൈ റിമൂവിങ് സെമിനൽ ഫ്ലൂയിഡ്. പിന്നെ ബോത്ത് കളക്റ്റഡ് എഗ്സും സ്പേംസും എഗ് ആൻഡ് സ്പേം സാമ്പിൾസ് ആർ മിക്സഡ് ഇൻ എ പെട്രി ഡിഷ് അലൗവിങ് ഫെർട്ടിലൈസേഷൻ ടു ഒക്കർ. ഒരു പെട്രി ഡിഷിൽ വെച്ച് ഫെർട്ടിലൈസേഷൻ നടക്കും. അതിനുശേഷം തേർഡ് സ്റ്റെപ്പിൽ പറയുന്നു ഫെർട്ടിലൈസ്ഡ് സൈഗോട്ട് ഈസ് ദെൻ റിമൂവ്ഡ് ഫ്രം ദ പെട്രി ഡിഷ് ഫോർ ഇംപ്ലാന്റേഷൻ. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ട് ഇംപ്ലാന്റേഷൻ നടത്തും. അതായത് സൈഗോട്ട് ഈസ് ദെൻ സർജിക്കലി ഇംപ്ലാന്റഡ് ഇൻ ടു ദ എൻഡോമെട്രിയം ഓഫ് ദ യൂട്രസ്. ആഫ്റ്റർ സക്സസ്ഫുൾ ഇംപ്ലാന്റേഷൻ ദ സൈഗോട്ട് ഷുഡ് ബി ഡെവലപ്പ് നോർമലി ആസ് ഇറ്റ് ഹാസ് ബീൻ ഫെർട്ടിലൈസ്ഡ് ഇൻ ദ ഫീമെയിൽ ഓവിഡക്റ്റ്. സൈഗോട്ടിനെ സർജിക്കലി എൻഡോമെട്രിയം യൂട്രസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യും. എന്നിട്ട് അത് നോർമലായിട്ട് അവിടെ വളരും. അതിനെ പറയുന്നതാണ് സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അതായത് ഫ്യൂഷൻ നടക്കുന്നത് പുറത്ത് വെച്ചാണ്. നെക്സ്റ്റ് ആർട്ട് എന്ന് പറയുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത് ഗിഫ്റ്റാണ്. ഗിഫ്റ്റ് മീൻസ് ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. അപ്പോൾ പേര് തന്നെ അറിയാം നമ്മൾ എന്താണ് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്, ഗാമേറ്റ്സിനെയാണ്. ഇതുവരെ നമ്മൾ സൈഗോട്ടിൻ്റെ കേസായിരുന്നു പറഞ്ഞത്, അതെ ഫ്യൂഷന് ശേഷമുള്ളത്. ഇത് ഗാമേറ്റ് ആണ്. ട്രാൻസ്ഫർ ഓഫ് ഓവം കളക്റ്റഡ് ഫ്രം ദ ഡോണർ ഇൻ ടു ദ ഫലോപ്പിയൻ ട്യൂബ് ഓഫ് another female who cannot produce one but can provide suitable environment for the fertilization and further development is gift. Gamete intrafallopian transfer. അതായത് അത് മെയിൽ ഗാമറ്റും ആവാം ഫീമെയിൽ ഗാമറ്റും ആവാം. അപ്പം ഇവിടെ ഓവത്തിനെ കളക്ട് ചെയ്തിട്ട്, അതായത് ഒരു ഫീമെയിലിന് ഓവം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ യൂട്രസും കുഞ്ഞിന് വളരാനുള്ള എല്ലാ കണ്ടീഷൻസും ആ ഫീമെയിലിൽ ഉണ്ടെങ്കിൽ, ഓവം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇന്നബിലിറ്റി ഉണ്ടെങ്കിൽ വേറൊരു ഫീമെയിലിൽ നിന്ന് ഓവം കളക്ട് ചെയ്തിട്ട് യൂട്രസിലേക്ക്, അതായത് ആ ഓവത്തിനെ എവിടേക്ക് പ്രൊവൈഡ് ചെയ്യാം, ഓവത്തിനെ കുത്തിവെക്കുക, ഫലോപ്പിയൻ ട്യൂബിലേക്ക് കുത്തിവെക്കുന്ന പ്രോസസ്സാണ് ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇതിപ്പോൾ സ്പേമിന് വേണമെങ്കിലും ഇഞ്ചെക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഓവത്തിനെയും ഇഞ്ചെക്ട് ചെയ്യാം. രണ്ടിനെയും ഗാമേറ്റ് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ എന്ന് പറയാം. നെക്സ്റ്റ് ടെക്നിക്കാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഇൻ വിച്ച് സ്പേം ഈസ് ഡയറക്ട്ലി ഇഞ്ചെക്റ്റഡ് ഇൻ ടു ദ ഓവം ടു ഫോം സൈഗോട്ട് ഇൻ ദ ലബോറട്ടറി. ലബോറട്ടറിയിൽ വെച്ച് ഓവത്തിൻ്റെ ഉള്ളിലേക്ക് സ്പേമിനെ ഡയറക്റ്റ് ഇഞ്ചെക്ട് ചെയ്യുക. അതായത് ഇൻസെമിനേറ്റ് ചെയ്യാൻ കഴിവില്ലാത്ത മെയിൽസിൻ്റെ സ്പേംസിനെ എടുത്തിട്ട് ഓവത്തിനുള്ളിലേക്ക് ഡയറക്റ്റ്ലി ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്നതാണ് ഇൻട്രാസൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചെക്ഷൻ. ലബോറട്ടറിയിൽ വെച്ചാണ് ഇത് നടത്തുക. AI, അതായത് ഇൻഫെർട്ടിലിറ്റി കേസസ് ഐദർ ഡ്യൂ ടു ഇനബിലിറ്റി ഓഫ് ദ മെയിൽ പാർട്ണർ ടു ഇൻസെമിനേറ്റ് ദ ഫീമെയിൽ ഓർ ഡ്യൂ ടു വെരി ലോ സ്പേം കൗണ്ട്സ് ഇൻ ദി ചോക്ലേറ്റ് ക്യാൻ ബി കറക്റ്റഡ് ബൈ ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നിക്. ഇതും ഇന്നബിലിറ്റിയാണ്. അതായത് മെയിൽ പാർട്ണറിന് ഫീമെയിലേക്ക് ഇൻസെമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആർട്ടിഫിഷ്യലായിട്ട് ഇൻസെമിനേഷൻ നടക്കുക. അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ ടെക്നിക്. ഇൻ ദിസ് ടെക്നിക് ദ സെമൻ കളക്റ്റഡ് ഐദർ ഫ്രം ദ ഹസ്ബൻഡ് ഓർ ഹെൽത്തി ഡോണർ ആർട്ടിഫിഷ്യലി ഇൻട്രൊഡ്യൂസ്ഡ് ഐദർ ടു ദ വജൈന ഓർ ടു ദ യൂട്രസ് ഓഫ് ദ ഫീമെയിൽ കോൾഡ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. ഫീമെയിലിൻ്റെ യൂട്രസിലേക്ക് സെമൻ ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ. അത് മെയിൽ പാർട്ണർക്ക് ഇൻസെമിനേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സ്പേം കൗണ്ട് കുറവാകുമ്പോൾ മെയിലിൽ നിന്നോ അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോണറിൽ നിന്നോ സ്പേംസിനെ കളക്ട് ചെയ്തിട്ട് ഫീമെയിലിൻ്റെ യൂട്രസിലേക്ക് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് ഇൻട്രായൂട്രൈൻ ഇൻസെമിനേഷൻ. ഇനി ഇത്തരം ടെക്നിക്സിലൂടെ ഇതൊക്കെ എന്താ പറയുക, കൺസീവ് ചെയ്യാനുള്ള ടെക്നിക്സാണ്. അപ്പോൾ ഇതിലൂടെ കൺസീവ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ മെത്തേഡൊക്കെ
കൺസീവ് ഈ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ടും കൺസീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് കപ്പിൾസ് സ്വീകരിക്കുന്ന ഒരു ഇതാണ് ലീഗൽ അഡോപ്ഷൻ. അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ദത്തെടുക്കുക. ലീഗൽ അഡോപ്ഷൻ ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് ഫോർ കപ്പിൾസ് ലുക്കിംഗ് ഫോർ പാരൻറ്ഹുഡ്. അച്ഛനും അമ്മയായിട്ട് പാരൻറ്ഹുഡ്, അച്ഛനും അമ്മയായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നത്. അത് ഏറ്റവും നല്ല ഒരു മെത്തേഡാണ് ദത്തെടുക്കുക. ഇങ്ങനെയുള്ളതിന്, അതായത് അച്ഛനും അമ്മയും ഇല്ലാത്ത കുഞ്ഞുങ്ങളെ ദത്തെടുക്കുന്നതിലൂടെ അവരെ സംരക്ഷിക്കുകയും ചെയ്യാം, ഒരു പാരൻറ്ഹുഡ് അവരെ സംരക്ഷിക്കുകയും ചെയ്യാം, ആ കുട്ടികൾക്കൊരു ലൈഫ് ആവുകയും ചെയ്യും. അപ്പം ലീഗൽ അഡോപ്ഷനാണ് ഇതെല്ലാം. അല്ലാതെ വേറൊരു മെത്തേഡ് എന്ന് പറയുന്നതും ലീഗൽ അഡോപ്ഷനാണ്. ലീഗൽ അഡോപ്ഷൻ ബെസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ ഇത്രയും ഈ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.